അറിയപ്പെടുന്ന ശ്രീ വയലാർജി അദ്ദേഹത്തിന്റെ ചരിത്ര സംഭവപരമായ ജീവിത ചരിത്രമാണ് ഇവിടെ അനാവരണം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് പിന്നിൽ വളരെ കുറച്ച് നാളുകളായി പണിയെടുത്തുകൊണ്ട് വളരെ അക്ഷീണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷനെ ഞാൻ ഇതിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട എം.ജി. പണിക്കർ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തെ പറഞ്ഞു. അതുപോലെ ടി. സുന്ദൻ, അതുപോലെ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, അതുപോലെ പ്രൊഫസർ അജയ് രഘു, ബഹുമാനായ അജയ് തറയിൽ, ബഹുമാനായ KPC കുമാർ, ബഹുമാനായ ജെയ്സൺ ജോസഫ് അടക്കം ഈ വേദിയിൽ ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുണ്ട്, CK ഷാജിമോഹനുണ്ട്, അജയനുണ്ട്, ജയപ്രസാദുണ്ട്, ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ, നേതാക്കന്മാർ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഉദ്ഘാടനം പോകാൻ നൽകിയുള്ളത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായ വയലാർജി, ഏറ്റവും ബഹുമാന്യനായ കോൺഗ്രസിന്റെ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി CK വേണുഗോപാൽ അവർ, ഏറ്റവും ബഹുമാന്യനായ ശ്രീ എം.ജി. പണിക്കർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എം.ജി. പണിക്കർ അവർ, ശ്രീ രാജീവ് ആനന്ദൻ, ബഹുമാന്യനായ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കേരള രാഷ്ട്രീയത്തിന്റെ ഇതിഹാസ നായകനാണ് ശ്രീ വയലാർജി. നേതാക്കന്മാരുടെ നേതാവ്. ഒരു കാലഘട്ടത്തിലെ സമ്പന്നരുടെയും ഫ്യൂഡൽ പ്രമുഖന്മാരുടെയും കയ്യിൽ നിന്ന രാഷ്ട്രീയത്തെ, കേരള രാഷ്ട്രീയത്തെ സാധാരണക്കാരിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, യുവാക്കളിലേക്ക് കൊണ്ടുവന്നത് പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ശ്രീ വയലാർജിയാണ്. അദ്ദേഹമാണ് KSUവിന്റെ സ്ഥാപക നേതാവ്. ഇവിടെ നിൽക്കുന്ന ഏറ്റവും വേഗനായ നമ്മുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സ്ഥാപക നേതാവായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിന്റെ യുവതുർക്കിയായിരുന്നു ശ്രീ വയലാർജി. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്ഥാനങ്ങൾ കേരള രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിച്ച നേതാവാണ്. അദ്ദേഹത്തിന് 80 വയസ്സ് തികഞ്ഞ വേളയിൽ അന്നത്തെ ആലപ്പുഴയുടെ MP ആയിരുന്ന ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം മുൻകൈയെടുത്ത്, ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ശ്രീ KC വേണുഗോപാൽ ചെയർമാനായി നമ്മളൊരു ജന്മദിനാഘോഷ കമ്മിറ്റി ഉണ്ടാക്കി. ഞാനായിരുന്നു അതിൻ്റെ ജനറൽ കൺവീനർ. അന്ന് വയലാർജിയുടെ 80ാം ജന്മദിനം നമ്മൾ ഏറ്റവും സംയുതമായി ആഘോഷിച്ചു. പിറന്നാൾ സദ്യയോടുകൂടിയാണ് ആഘോഷിച്ചത്. അന്നെടുത്തൊരു തീരുമാനമാണ് വയലാർജിയുടെ ഏറ്റവും സമഗ്രമായ ഒരു ജീവചരിത്രം നമുക്ക് പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. സാധാരണഗതിയിൽ എല്ലാ സ്മരണീയതകളും പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതാത് നേതാക്കന്മാരെ കുറിച്ചുള്ള, മറ്റുള്ള നേതാക്കന്മാരുടെ ചില അഭിപ്രായങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളൊരു ജീവചരിത്രമാണ്. പക്ഷെ നമ്മൾ ഇത്തവണ ഈ വയലാർജിയുടെ ജീവചരിത്രത്തെ തീരുമാനിച്ചത് വയലാർജിയുടെ കോൺട്രിബ്യൂഷൻസ്, വയലാർജിയെ കുറിച്ച് ഉന്നതരായ നേതാക്കന്മാർ അഭിപ്രായങ്ങൾ മാത്രമാണ്. വയലാർജിയുടെ നിയമസഭാ പ്രസംഗം, വയലാർജിയെ കുറിച്ച് വന്ന വാർത്ത, വയലാർജിയുടെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ചിത്രങ്ങൾ, വയലാർജി പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ, വയലാർജി വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് നടത്തിയ ലേഖനങ്ങൾ, അങ്ങനെ ഏകദേശം 4 വർഷത്തോളം നീണ്ട ഒരു സദരിയുടെ ഒരു അന്തിമ ഫലമാണ് ഈ ജീവചരിത്രം. അത് വയലാർജിയെ കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് പ്രസംഗങ്ങൾ ലഭ്യമായില്ല. അവിടുത്തെ 1-2 പ്രസംഗങ്ങൾ നിയമസഭയിലെ സമഗ്രമായ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. വയലാർജിയുടെ എല്ലാ ലേഖനങ്ങളും അതിലുണ്ട്. വയലാർജി കേരള വിദ്യാർത്ഥികളുടെ കാലഘട്ടത്തിലുള്ള പത്രവാർത്തകൾ ഇതിൽ നിരവധി ആളുകളുടെ സഹായിക്കും. ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചെയർമാനായിരുന്ന അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അന്ന് വയലാർജിയുടെ ജന്മദിനവും ആഘോഷവും ഇന്നൊരു സുവീകരണം പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമായി. നിരവധി ആളുകൾ, പ്രൊഫസർ അജയ് രഘു ഇവിടെയുണ്ട്. അദ്ദേഹം നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം സഹായകരമായി പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ്. 5 ദിവസത്തെ സഹായത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എക്സിബിഷൻ നേതൃത്വം കൊടുത്ത ശ്രീ KP ശ്രീകുമാർ, വയനാട്ടിലെ സംഭവ സഹചാരികളായ ശ്രീ അജയൻ, ശ്രീ KR രാജേന്ദ്രപ്രസാദ്, ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തമായ കാര്യങ്ങൾ ചെയ്തു തന്ന ശ്രീ സുബ്രഹ്മണ്യദാസ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, ഇതിന്റെ എഡിറ്റർ ഇവിടെയുണ്ട്, ഡിസൈൻ ചെയ്ത സഹപ്രവർത്തകർ, ഞാൻ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത് ഇന്ന് പ്രകാശനം ചെയ്യുന്നത് അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ആലപ്പുഴയുടെ സ്ഥാനാർത്ഥി കൂടിയായ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ നേതാവ്, ആലപ്പുഴയുടെ MP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ നായകൻ ശ്രീ KC വേണുഗോപാൽ MP, അദ്ദേഹം ശ്രീ എം.ജി. പണിക്കർക്ക് ഈ ഒരു
നൽകിക്കൊണ്ട് ഈ സുവനീർ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും. ഈ സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുവാൻ ആദരണീയനായ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയുടെ പ്രിയങ്കരനായ ഐക്യ ജനാധിപത്യ എന്ന സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ അവരുടെ ആദരവോടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിലെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മുടെ എല്ലാ സുഹൃത്തായ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ രാജീവ് മാലികൻ വയനാട്ടിനെ കുറിച്ചൊരു കവിത രചിച്ചു. ആ ഗാനം നമ്മുടെ സോണിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ രാജീവ് മാലികൻ ആ ഗാനം ഇവിടെ ആരംഭിക്കും. ഉദയരവി നക്ഷത്രമേ എന്ന പേരുള്ള